ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടൂട്ടത്തിലെ 17ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. ഒപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓഗസ്റ്റ് 1-ാം തീയതി, വിശുദ്ധ അൽഫോൺസ് ലിഗോറിയുടെ തിരുനാൾ ദിവസം. ഇന്നൊരു പ്രത്യേകത തോന്നിയത്, നമ്മൾ ഒന്നാം വായനയായിട്ട് വായിക്കുന്ന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ്. ഇവിടെ ജെറമിയ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീതിയും യുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തുകൊള്ളുക, എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിന്റെയും നിവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തിരിച്ചു പറയുന്നുണ്ട്. കാരണം പ്രവാചകനെ കൊല്ലാതെ വഴിമാറുകയാണ്. പക്ഷെ ആ ഒരു കൊന്നുകളയുമെന്നുള്ളതിൻ്റെ ഒരു ഭീകരാവസ്ഥ വരെത്തുന്ന സമയത്തുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ അവിടെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപയോഹന്നാനെ കൊന്നുകളയുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഹെറോദോസ് സ്നാപകനെ കൊന്നുകളയുന്ന സംഭവം നമുക്കറിയാം. കൊട്ടാരത്തിലെ നൃത്തവും അതിനുള്ള പാരിതോഷികമായി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സ്നാപകന്റെ ശിരസ് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെയും നീതിമാനായ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സ്നാപകന്റെ മരണമാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൽഫോൺസ് ലിഗോറിയുടെ തിരുനാളാണ്. അൽഫോൺസ് ലിഗോറി ബൈ പ്രൊഫഷൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഒരു അഡ്വക്കേറ്റായിട്ട് ജോലി നോക്കവേ 27-ാമത്തെ വയസ്സിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കേസ്, കള്ളസാക്ഷികളുടെയും തെറ്റായിട്ടുള്ള കള്ളത്തരങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ആ കേസ് തോൽക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന് എതിർ വക്കീല് ആ ഒരു കേസിന്റെ വിജയത്തിന് വേണ്ടി കള്ളസാക്ഷികളെ അറേഞ്ച് ചെയ്യുകയും കള്ളത്തരങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കുകയും ചെയ്ത് സത്യത്തിന് നിരക്കാത്ത രീതിയിൽ നീതി നിഷേധിക്കപ്പെട്ടൊരു കേസ് പരാജയപ്പെടേണ്ടി വരുന്നു അൽഫോൺസ് ലിഗോറിക്ക്. അതോടുകൂടി അദ്ദേഹം ആ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വക്കീൽ എന്ന് പറയുന്നൊരു നിയോഗം അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം മറ്റൊരു വഴിക്ക് തിരികുകയാണ്. പിന്നീടാണ് അദ്ദേഹം ഒരു വൈദികനാകുന്നതും ദൈവശാസ്ത്രജ്ഞനാകുന്നതും മരിയൻ ദൈവശാസ്ത്രത്തിന്റെ ഒരു നല്ലൊരു വക്താവായി മാറുന്നതും. പിന്നീട് ഒരു സഭ സ്ഥാപിക്കുന്നു, റിഡംപ്റ്ററിസ്റ്റ് രക്ഷാകര സഭ എന്ന് പറയുന്ന ഒരു സഭ സ്ഥാപിക്കുന്നു. ആ സഭയ്ക്കാണ് ഔദ്യോഗികമായി വത്തിക്കാൻ ഈ നിത്യസഹായ മാതാവിന്റെ ഭക്തി പ്രചരിപ്പിക്കുന്നതിനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നിത്യസഹായ മാതാവിന്റെ നൊവേന പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്ത് തരുന്നത്, ഈ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്തൊക്കെ തരുന്നത് ഈ റിഡംപ്റ്ററിസ്റ്റ് മിഷണറിമാരായിട്ടുള്ള വൈദികരുടെ നേതൃത്വത്തിലാണ്. അപ്പൊ അദ്ദേഹം അവിടെയും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് അൽഫോൺസ് ലിഗോറിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ അദ്ദേഹം അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. വലിയൊരു പ്രഭാഷകനായി മാറുന്നു, മരിയ ഭക്തനായി മാറുന്നു. കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തരായ മരിയ ഭക്തരിൽ ഒരാളാണ് അൽഫോൺസ് ലിഗോറി. ലൂയി ഡി മോൺഫോർട്ടും അൽഫോൺസ് മരിയ ലിഗോറിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മരിയൻ ദൈവശാസ്ത്രജ്ഞന്മാർ, നമുക്ക് ദൈവ പ്രഭാഷകർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ പുസ്തകങ്ങളൊക്കെ. നമുക്ക് ഇന്ന് ഈ 3 വ്യക്തികളെ നമ്മൾ കാണുകയാണ്. ഒന്ന് ജെറമിയ പഴയ നിയമത്തിൽ നിന്നും, 2 പുതിയ നിയമത്തിൽ നിന്നും സ്നാപക യോഹന്നാൻ, 3 വിശുദ്ധരുടെ കൂട്ടത്തിൽ നിന്നും അൽഫോൺസ് ലിഗോറി. ഈ 3 പേർക്കും ഒരു സമാനത നമുക്ക് കാണാൻ സാധിക്കുന്നത് നീതി നിഷേധമാണ്. നീതിക്ക് വേണ്ടി അവർ പോരാടുമ്പോൾ അവരുടെ നാട്ടിലെ തന്നെ പുരോഹിത അയാൾക്കെതിരെ തിരിയുന്നു എന്നാണ് ജെറമിയയുടെ പ്രശ്നം. ആ നാട്ടിലെ ഒരു ദുഷ്ടനായ ഭരണാധികാരി തനിക്കെതിരെ തിരിയുന്നു എന്നുള്ളതാണ് സ്നാപക യോഹന്നാന്റെ പ്രശ്നം. ആ നാട്ടിലെ നീതിപീഠം, കണ്ണടച്ച നീതിദേവത, നീതി നിഷേധം, അതിന്റെ മുമ്പിൽ നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്, ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അൽഫോൺസ് ലിഗോറി നേരിടുന്ന പ്രശ്നം. അപ്പൊ നീതി നിഷേധം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് ഈ 3 കാണാൻ സാധിക്കും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് ഈ 3 കാണാൻ സാധിക്കും. അപ്പൊ നമ്മളോട് എന്തിനാണ് ഈ വചനഭാഗം, ഇത് വളരെ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്ന ഒരു വസ്തുത, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നീതി നിഷേധം സംഭവിക്കുമ്പോൾ, നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ, സംസാരിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു പ്രൊഫറ്റിക്
റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്, ഒരു പ്രവാചക ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രവാചക ദൗത്യമുണ്ട്. ആ പ്രവാചക ദൗത്യത്തിൽ മുന്നോട്ട് പോകുവാനും ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കുവാനും മാന്യമായ രീതിയിൽ തന്നെ തിരുത്തേണ്ടത് തിരുത്തുവാനും ഇടപെടാനും തെറ്റാണ് എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു, അങ്ങനെ തെറ്റാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പദവികൾ തെറിച്ചു പോയിരിക്കും, നമുക്ക് നേടാൻ സാധിക്കുമായിരുന്ന സൗഭാഗ്യങ്ങൾ കൈമോശം വന്നിരിക്കും, നമുക്ക് ഒരുപക്ഷെ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടെന്നിരിക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ അനുഭവപ്പെട്ടെന്നിരിക്കും, കുറ്റാരോപിതനായി ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നെന്നിരിക്കും. പക്ഷേ നീതി നിഷേധങ്ങൾക്കെതിരെ സംസാരിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വം ഓരോ ക്രിസ്തു ശിഷ്യനുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ 3 വ്യക്തികൾ. ജെറമിയായുടെയും സ്നാപക യോഹന്നാന്റെയും അൽഫോൻസ് ഡിഗോറിയുടെയും ജീവിതത്തെ നമുക്ക് കൂടുതൽ അഗാധമായി ധ്യാനിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുവാനുള്ളൊരു ധൈര്യം നമുക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.